ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള മുട്ട കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, ആവശ്യാനുസരണം ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത മാവാണ് ഈ ഇരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ തൂകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു തവി ഒഴിച്ച് 1 മിനിറ്റ് വേവിക്കാം. അങ്ങനെ 1 മിനിറ്റ് വേവിച്ച ശേഷം ഒന്ന് നമുക്ക് തിരിച്ചിടാം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. പഞ്ചസാര ചേർത്തതുകൊണ്ടാണ് കേട്ടോ നല്ല മൊരിഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലതുപോലെ ഇളക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരണം. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. ഇതൊരു നല്ലൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾ സ്കൂളെല്ലാം വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം മല്ലിയില അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റൊട്ടി എടുത്ത് അതിലേക്ക് 1 സ്പൂൺ മസാല ചേർത്ത് ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ച് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല ചേർത്ത് ഇതിൻ്റെ വശങ്ങളെല്ലാം വിട്ട് വരാതെ നോക്കണം. അതിനായി നമുക്ക് മൈദ ഒരൽപ്പം വെള്ളത്തിൽ കലക്കി യോജിപ്പിച്ചതും ചേർത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുമ്പോൾ വിട്ടു വരില്ല. ഇത് ചെയ്തില്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ അങ്ങ് വിട്ടുപോരും. പിന്നെ മസാലയെല്ലാം എണ്ണയിൽ മിക്സായി ഒരു പരുവാകും. ഇത് ഞാൻ ഈ രീതിയിലാണ് മടക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. അങ്ങനെ ഇത് സ്ക്വയർ ഷേപ്പായി മടക്കിയെടുത്ത് മൈദ ഉപയോഗിച്ച് മാവെല്ലാം പുരട്ടി നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. വറുത്ത് കോരാനായി കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വിഭവം ഇടാം. 1 മിനിറ്റ് ഒന്ന് ചൂടായ ശേഷം തിരിച്ചിടാം. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് നല്ലതുപോലെ മൊരിയിച്ച് എടുക്കാം. അപ്പം നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ രുചികരമായ മുട്ട കൊണ്ടുള്ള ഒരു പലഹാരം തയ്യാർ. ഇതുപോലെയുള്ള വിഭവങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം.